ഇത്തരത്തിൽ CPM ആക്രമണം. മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു. സ്ത്രീകൾക്ക് നേരെയും അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ BJP പ്രവർത്തകർക്ക് നേരെയാണ് CPM ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. BJP പ്രവർത്തകർക്ക് നേരെ ഗുണ്ടായിസം തന്നെയായിരുന്നു CPM കാണിച്ചത് എന്ന് മാത്രമല്ല, സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിലവിൽ BJP നേതാക്കൾ അവിടെ എത്തിച്ചേർന്ന സമാധാനത്തിനുള്ള ശ്രമം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇല്ല നമ്മൾ സാറ് ജനങ്ങളുടെ പേര് പറഞ്ഞെടുക്കുന്ന ഞങ്ങളെ ഒഴിവാക്കുന്നേ. വണ്ടി വിടാം, സംസാരിക്കട്ടെ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ മിഥുൻ, BJPയുടെ മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ പ്രവർത്തകരുടെ നേരെ ആസൂത്രിതമായ ഒരു ആക്രമണമാണല്ലോ CPM പ്രവർത്തകർ നടത്തിയത്. സ്ത്രീകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി എങ്ങനെയാണ് മിഥുൻ? ഈ അക്രമികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും സമയം വരെയും ഏറ്റുമാനൂർ നഗരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ BJP പ്രവർത്തകർ നീങ്ങിയത്. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് സമ്മതിച്ചു. പക്ഷേ കൃത്യമായിട്ടുള്ള കേസെടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്ന് ഉറച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, ആക്രമികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സ്ത്രീകളടക്കമുള്ള, പെൺകുട്ടി അടക്കമുള്ളവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിലുണ്ടായി. BJPയുടെ മണ്ഡലം പ്രസിഡന്റിനും ഇത്തരത്തിൽ മർദ്ദനമേറ്റുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് VP മുകേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഞങ്ങള് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുവിന്റെ നേതൃത്വത്തിൽ ഇതുകൊണ്ടോ ഞങ്ങളുടെ ായിട്ട് മാർച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയതാണ്. ഞങ്ങൾ പല സ്ഥലത്തു നിന്ന് വണ്ടി പിടിച്ചു വന്ന ഞങ്ങളുടെ വനിതാ പ്രവർത്തകരടക്കം ഈ മാർച്ചിന് ശേഷം ഈ സെൻട്രൽ ജംഗ്ഷൻ നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫോൺ വന്നു. ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ ഞങ്ങളെ തല്ലിയെന്ന് പറഞ്ഞു. വനിതകളായിട്ടുള്ള കൊച്ചു കുട്ടികളെ വരെയാണ് ഈ നരാധവന്മാർ തല്ലിയിരിക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് ഞാൻ പാർട്ടിയുടെ കോട്ടയം മണ്ഡലം പ്രസിഡന്റാണ്. ഇതറിഞ്ഞുകൊണ്ട് ചോദിക്കാൻ വന്നപ്പോൾ ഒരു 15ഓളം പേര് പോലീസുകാര്, അതാണ് നമുക്ക് ഇത്ര വൈരാഗ്യം, പോലീസുകാർ നോക്കി നിൽക്കെ ഏറ്റുമാനൂർ CI
അടക്കം നോക്കി നിൽക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള പൂഞ്ഞാറ് മണ്ഡലം ജനത ശ്രീകാന്ത് അടക്കമുള്ളവരെ മർദ്ദിച്ചത്. ഞങ്ങളോട് എന്നിട്ട് പോലീസ് ഒരു വാചകം കൂടെ, നിങ്ങൾക്ക് തല്ല് കിട്ടാതിരിക്കണം, നിങ്ങൾ മാറിക്കോളെ. ഞങ്ങൾ പേടിച്ചു പോകാൻ കോൺഗ്രസ്സുകാരൊന്നുമില്ല. ഞങ്ങളിവിടെ സ്വർണ്ണപ്പാളി കട്ട കള്ളന്മാർക്കെതിരെ സമരം ചെയ്തവരാ. ഞങ്ങൾ പിടിച്ചു പറിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഉള്ളവരൊന്നുമല്ല. ഞങ്ങൾ മാന്യമായി അന്തസ്സായിട്ട് സമരം ചെയ്തവരാ. ഞങ്ങളെ ഒരു മണ്ഡലം പ്രസിഡന്റായിട്ട് എന്നെ ഉൾപ്പെടെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചത്ത വീണാലേ ഞാൻ മാറത്തുള്ളൂ. എന്റെ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളെ പാർട്ടി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ബാക്കി കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കാതെ പോകുന്ന യാതൊരുവിധ സമീപനവും ഇല്ല. ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഈ വാസവന്റെ വീട്ടിലോട്ട് നടത്തിയ മാർച്ചില്, ആ മാർച്ചിനകത്ത് ഇവിടെ 10,000 BJP പ്രവർത്തകർ എന്ന സമയത്ത് ഇവര് ആ സമയത്ത് അവിടെ പാത്തു നിന്നല്ലാതെ തന്റെ ഇടമുള്ള നട്ടലുള്ളവന്മാര് ആ സമയത്ത് വരാതെ ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ബസ് കാത്തു നിന്ന ആൾക്കാരെ തല്ലിയത്, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടമായിട്ട് തല്ലിയത്, അടിച്ചത്. ഇതിനകത്ത് പോലീസ് കാണിച്ച പരിപാടി എന്നോട് ഉൾപ്പെടെ ഇവിടെയുള്ള പ്രവർത്തകരോട്, വനിതാ പ്രവർത്തകരോട് പോലീസ് പറഞ്ഞ് നിങ്ങൾ ജീവൻ വേണേ ഓടി രക്ഷപ്പെട്ടോളെ പറഞ്ഞ്. ഇത് കൂടി നാളം കെട്ട പോലീസാ ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. അടിക്കണേ അന്തസ്സായിട്ട് നേർക്ക് നേരെ വാസവന്റെ അവിടെ നിന്നപ്പം അടിക്കാൻ വരാതെ ഇത് കൂടി നാളം കെട്ട കളി ഇവന്മാര് കളിച്ചു. ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം. മന്ത്രി VN വാസവന്റെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജി ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയത്. ഇപ്പോൾ സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ സമാധാനപരമായിട്ട് പ്രതിഷേധം പിരിഞ്ഞുപോയ ഇതിനുശേഷമാണ് CPM-ന്റെയും DYF-യുടെയും ഗുണ്ടകൾ ഇവിടെ സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുട്ടികളെ അടക്കം ഇവിടെ അവര് വളരെ കിരാതമായിട്ട് മർദ്ദിച്ചൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഇരുട്ടടി പോലെ ഞങ്ങൾക്ക് ഇത് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാകാതെ അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കാതെ അല്ലെങ്കിൽ അതുവരെ ഞങ്ങൾ ഈ സമരം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പോലീസ് നോക്കി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന കാര്യം. പോലീസ് ഈ മാർച്ചിന് സംരക്ഷണം നൽകുക എന്നല്ലാതെ അവർ ആക്രമിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള നീക്കം ഉണ്ടായില്ല. അവരോട് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് പോലീസുകാർ ആക്രോശിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധവും പോലീസ് സന്നാഹവും ഇപ്പോൾ ഈ ഏറ്റുമാനൂർ നഗരത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. അക്രമാസക്തമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് സമാധാനപരമുള്ള ഒരു സമരത്തിന് പിന്നാലെ നടന്ന അക്രമം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനാകുന്നത്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ, അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള C കൃഷ്ണകുമാർ അടക്കം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഇവിടെ അവർ ഇത്ര നേരം നീണ്ടുനിന്ന ഈ റോഡ് ഉപരോധത്തിന് ശേഷം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. നടപടിയിലേക്ക് നീങ്ങുന്നില്ല എങ്കിൽ ഉപരോധമടക്കമുള്ള മറ്റ് നടപടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നേതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അതിനുശേഷം കേസെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോയതിനു ശേഷം കൃത്യമായിട്ടുള്ള സമര പരിപാടികൾ തുടരും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപരോധത്തിലേക്ക് തന്നെ തുടർന്നും നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് മാത്രമല്ല മിഥുൻ, നമ്മൾ കണ്ടതാണ് വളരെ സമാധാനപരമായി ആണ് മാർച്ച് നടത്തിയത്. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഒരുങ്ങുകയായിരുന്നു. തികച്ചും ആസൂത്രിതമായി CPM ഗുണ്ടകൾ BJP പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ പരമ്പര അഴിച്ചുവിട്ട. നേരത്തെ നമ്മളോട് BJP പ്രവർത്തകൻ പ്രതികരിച്ചതുപോലെ എല്ലാവരും നിന്നപ്പോൾ വന്നില്ല, പകരം ഇവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് തിരികെ പോകുന്നതിനായി വാഹനങ്ങളുടെയൊക്കെ അടുത്തും ബസ് സ്റ്റാൻഡിലുമൊക്കെ എത്തിയപ്പോഴാണ് ഭീരുക്കളെപ്പോലെ പിന്നിൽ നിന്ന് വന്ന് കടന്നാക്രമിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ നോക്കി ലാക്കാക്കി ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് ഒരു പരിധിവരെ പോലീസിന്റെ ഒത്താശയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ BJP പ്രവർത്തകൻ ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്മേലൊരു തുടർ നടപടി വേണം, അത് മതിയായേ തീരൂ, അത് കൂടിയേ തീരൂ എന്ന് തന്നെയാണ് BJP പ്രവർത്തകരുടെ ആവശ്യം. അവർ അതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇതിന്മേലൊരു തുടർ നടപടി എടുക്കുമോ എന്നുള്ളതാണ്. അതോ ഭരണപക്ഷത്തെ പ്രീണിപ്പിക്കുന്നതിനായി, ആഭ്യന്തരമന്ത്രിയെ പ്രീണിപ്പിക്കുന്നതിനായി ദേവസ്വം മന്ത്രിക്കെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ BJP-ക്കാർക്കും നേരെ മാത്രം പോലീസ് നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ?
തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു നടപടി എടുക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ തത്സമയം ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ലോകം കണ്ടതാണ്. ജനം ടിവിയിലൂടെ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നു. ഒപ്പം തന്നെ ഈ ഓഫീസിലേക്ക് നടത്തിയ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജലപീരങ്കി ഉപയോഗിക്കുകയും അതിനുശേഷം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ആ മാർച്ച് നടക്കുന്ന സമയത്ത് അവിടെ CPM പ്രവർത്തകർ തൊട്ടടുത്ത് കൂട്ടം കൂടി നിന്നിരുന്നു. ആ സമയത്ത് ഒരു പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാതെ മടങ്ങുകയായിരുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ യുവമോർച്ച നേതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കടുത്തൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സ്ത്രീകളടക്കമുള്ള കുട്ടികൾക്കടക്കമുള്ളവർക്ക് നേരെയാണ് CPMന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ജനാധിപത്യമായ രീതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന ശബരിമല പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം റവന്യൂ ജില്ലയുടെ നേതൃത്വത്തിൽ VN വാസവന്റെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ വളരെ സമാധാനപരമായി നടത്തിയ ജനാധിപത്യപരമായി നടത്തിയ മാർച്ചിന് ശേഷം പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രവർത്തകരെ ഏകദേശം 1000-ഓളം വരുന്ന ആളുകൾ ചേർന്ന് നടത്തിയ മാർച്ചിൽ നിന്നും ഒറ്റ തിരിഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയ ആളുകൾ, ആ പരിപാടിക്ക് ശേഷം പിരിഞ്ഞുപോയ ആളുകളെ ഇവിടെ വാഹനത്തിൽ കയറി തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിന്ന ആളുകളെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ വനിതകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ BJPയുടെ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെയും BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഇപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ശക്തമായ നടപടി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഇവിടെ നിന്ന് ഒരു യുവമോർച്ച പ്രവർത്തകനും ഒരു BJP പ്രവർത്തകനും പിരിഞ്ഞു പോകില്ല എന്ന് ശക്തമായ ഈ ഭാഷയിൽ തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ SFIയുടെയും CPMന്റെയും ഗുണ്ടായിസം കൊണ്ട് നാട്ടിലെ BJP പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകരെ അവരുടെ ഗുണ്ടായിസം കൊണ്ടും കൈക്കരുത്തുകൊണ്ടും അടിച്ചമർത്താമെന്നൊരു വ്യാമോഹമാണ് അവർക്കുള്ളതെങ്കിൽ ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാനുള്ള ഞങ്ങൾ തയ്യാറല്ല. അത്തരത്തിൽ പോലീസിന്റെയോ ഭരണത്തിന്റെയോ തണലിൽ വളർന്നു വന്ന പ്രസ്ഥാനമല്ല BJP യുവമോർച്ചയും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി CPMമാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ ശക്തമായ പ്രതിഷേധമായിട്ട് എല്ലാ പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ടാകും. ഇതിന് തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ ഒന്നും ഒരു പ്രവർത്തകർ പോലും പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. നമ്മുടെ മാർച്ചിൽ വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൽ വിളറി പൂണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അതിക്രമത്തിലേക്ക് നീങ്ങിയത്. ഏതെങ്കിലും തരത്തിൽ ഈ അക്രമം അഴിച്ചുവിട്ട് ഭയപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന സമരങ്ങളെ എല്ലാ കാലങ്ങളിലും മുഷ്ടിക്കരുത്തുകൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സമരം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും 1000 ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അദ്ദേഹത്തിന് പേടി പൂണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഓരോ സാധാരണ പ്രവർത്തകരും ഓരോ സാധാരണക്കാരും അദ്ദേഹത്തെ തെരുവിൽ തടഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ഈ ഒരു സമരത്തിൽ നിന്ന് മനസ്സിലായിരിക്കണം. അതിന്റെ പേരിലാണ് പേടിയുടെ പേരിലാണ് ഇന്ന് കുറച്ച് ഗുണ്ടായുസവുമായിട്ട് വരുന്ന ലഹരിക്കടിമകളായിട്ടുള്ള കുറച്ച് DYFI SFI പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് ഒറ്റ തിരിഞ്ഞു നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ അവിടെ സമരം നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ആക്രമിക്കാൻ സാധിച്ചില്ല? പോലീസിന്റെ ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നുകൊണ്ട് 100 മീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. ആ സമയത്ത് എന്തുകൊണ്ട് അവർക്ക് ആക്രമിക്കാനായിരുന്നു അന്നേരം വരണമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അവിടെ എന്തിനു തയ്യാറായിട്ട് വന്നാണ് സമരവുമായിട്ട് ജനാധിപത്യമായ സമരമായിട്ട് വന്ന ഞങ്ങളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളതല്ല. ജനാധിപത്യമായ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകളെ മുഷ്ടിക്കരുത്തുകൊണ്ട് നേരിടാനാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അവരെ ഞങ്ങൾ തെരുവിലേക്ക് വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ അവർ പറയുന്ന സ്ഥലത്ത് ചെന്ന് അവരെ വെല്ലുവിളിക്കുന്ന ധൈര്യവും ആർജവുമുള്ള പ്രസ്ഥാനമാണ് യുവമോർച്ചയും BJPയും എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും സമാധാനപൂർവ്വം ഉണ്ടായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സ്വാഭാവികമായി രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട ആ ഒരു രീതികൾ മാത്രം നടക്കുമ്പോഴാണ് ഇവിടുത്തെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്ക് ഏറ്റുമാനൂരിലെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് CPM പ്രവർത്തകർ നീങ്ങിയത്. അത് നമുക്കറിയാം. ഈ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തകർക്ക് നേരെ സംഘടനകൾ ഉണ്ടാകുന്നു, അത്തരത്തിൽ നേതാക്കൾക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് സ്ത്രീകളടക്കമുള്ള ർക്ക് നേരെ ഒരു അതിക്രമം അഴിച്ചുവിടുന്ന നിലയിലേക്ക് പോകുമ്പോൾ അത് അംഗീകരിക്കാനാവില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ പോലീസ് സന്നാഹം ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂരിൽ ഉണ്ടായിരുന്നു. ഏറ്റുമാനൂരിൽ വലിയ പോലീസിന്റെ സന്നാഹം ഉണ്ടായിരുന്നു. ഈ സന്നാഹം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയെന്നുള്ളതാണ്. അതിനെ കൃത്യമായി പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നടക്കം ആരോപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ അക്രമികളെ പിടികൂടുന്നതിനോ അല്ലെങ്കിൽ അക്രമത്തിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ള ശ്രമമല്ല ഉണ്ടായത്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ എന്നാണ് ചില പോലീസുകാർ പ്രവർത്തകരോട് അക്രമത്തിനിരയാകുന്ന പ്രവർത്തകരോട് പറഞ്ഞിരുന്നത് എന്നാണ് അവർ
പ്രവർത്തകർ പറയുന്നത്. അത് ഏത് രീതിയിലുള്ള പോലീസിംഗ് ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിലടക്കം നമുക്ക് ചോദ്യം ചെയ്യാനുള്ളത്. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുപോളൂ എന്ന് പറയാനാണെങ്കിൽ പോലീസ് സംവിധാനവും സുരക്ഷയും എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിൽ നമുക്ക് കൃത്യമായി ചോദ്യങ്ങൾ ഉയരേണ്ട ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഈ അക്രമികൾക്ക് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുകയായിരുന്നു ഏറ്റുമാനൂരിലെ പോലീസ് സംഘം ചെയ്തത് എന്ന് സംശയാതീതമായ രീതിയിലേക്ക് ആണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ഈ അക്രമത്തെ തുടർന്നുണ്ടായ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം ഇവിടെ എത്തുകയും പോലീസ് കേസെടുക്കുന്നതും അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ BJP സംസ്ഥാന നേതാക്കൾ സംസാരിക്കുകയാണ്. ആ യോഗത്തിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടിക്ക് ശേഷം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് മറ്റ് പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്.